ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാത്തിയും കാരണം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ലഭിക്കും. കേരളത്തിൽ മാർച്ച് 23 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. നിലവിലെ ചൂടിന് മഴ ലഭിക്കുന്നതോടെ ആശ്വാസമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. പകൽ ശരീരം കത്തുന്ന ചൂട്, വൈകുന്നേരം ഇടിവെട്ടി മഴ. സ്വല്പം ആശ്വാസമുള്ള വകയ്ക്കുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എന്തായാലും സംസ്ഥാനത്ത് വ്യത്യസ്ത കാലാവസ്ഥയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ. സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിലും ആശ്വാസമായി മഴ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. മാത്രമല്ല 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി പറയുന്നത്. ഇതുകൂടാതെ തമിഴ്നാടിന് മുകളിലായി കേരളത്തോട് ചേർന്ന് ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. മന്നാർ കടലിടുക്ക് മുതൽ തമിഴ്നാട് വഴി തെക്കൻ കർണാടകയുടെ ഉൾഭാഗം വരെ ഒരു ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനാൽ കേരളത്തിൽ മാർച്ച് 23 വരെയുള്ള തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. ഇടത്തരം മഴ എന്തായാലും പെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അപ്രതീക്ഷിത ഇടിമിന്നലുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നിലവിലെ ചൂടിന് മഴ ലഭിക്കുന്നതോടെ ആശ്വാസമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. കർഷകർക്കും ഇത് ഒരുപോലെ ആശ്വാസം പകരുന്ന ഒന്നു തന്നെയാണ്. മിക്ക സ്ഥലങ്ങളിലും വേനൽ കടുത്തു തുടങ്ങി. വരൾച്ചയും ഒരു ഭാഗത്ത് ബാധിച്ചു തുടങ്ങി. കിണറുകളെല്ലാം വറ്റാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ നേരിയ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിന് കുളിരേകി ഹൈറേഞ്ചിന്റെ പല മേഖലകളിലും വേനൽ മഴ തകർത്തു പെയ്തിട്ടുണ്ട്. മഴയ്ക്കൊപ്പം അതിശക്തമായ ആലിപ്പഴവും പെയ്തതും വലിയൊരു അത്ഭുതമുണ്ടാക്കി. എന്നാൽ വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചന നൽകുന്നതാണോ ഈ ആലിപ്പഴ വീഴ്ചയെന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.